ഹായ് ഓൾ, ഞാൻ ഡോക്ടർ വിപിൻ ഫ്രാൻസിസ്. ഇന്നത്തെ എൻ്റെ വിഷയം രക്താർബുദം അഥവാ ബ്ലഡ് ക്യാൻസർ. ഗ്ലോബോകാൻ 2022 ഡാറ്റ അനുസരിച്ച് ഇന്ത്യയിൽ 7000-ലധികം മരണനിരക്കും 1,00,000-ലേറെ പുതിയ കേസുകളും കണക്കാക്കപ്പെടുന്നു. പലപ്പോഴും വ്യക്തമല്ലാത്ത ക്ലിനിക്കൽ സിംറ്റംസ് ആൻഡ് സൈൻസ് ആയിട്ടാണ് രോഗി ക്ലിനിക്കിൽ പ്രസന്റ് ചെയ്യുന്നത്. രക്തം ഉൽപ്പാദിപ്പിക്കുന്ന നിരക്ക് കുറഞ്ഞു നിൽക്കുക, അതാണ് ലുക്കീമിയ അഥവാ ബ്ലഡ് ക്യാൻസർ. നമ്മുടെ മജ്ജയിലെ രക്തകോശങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ തരങ്ങളായി തിരിക്കാം. അക്യൂട്ട് ലുക്കീമിയ, പെട്ടെന്നുള്ള രക്തകോശങ്ങളുടെ വളർച്ച. ക്രോണിക് ലുക്കീമിയ, സാവധാനമായി രക്തകോശങ്ങളുടെ വളർച്ച. രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന കാരണങ്ങൾ, അതായത് റിസ്ക് ഫാക്ടേഴ്സ്. ഏജ് ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ്. കൗമാരപ്രായക്കാരും കുട്ടികളിലുമാണ് കൂടുതലായി നമ്മൾ രക്താർബുദം കാണുന്നത്. അതുപോലെ ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് മ്യൂട്ടേഷൻസ്, ഫാങ്കണീസ് അനീമിയ, ഡൗൺ സിൻഡ്രോം, അതുപോലെ പുകവലി ഒരു പ്രധാന കാരണമാണ്. ബ്ലഡ് ഡിസോർഡേഴ്സ്, എക്സ്പോഷർ ടു കെമിക്കൽസ്, എക്സ്പോഷർ ടു റേഡിയേഷൻ, ഇൻസെക്ടിസൈഡ്സ്. ജോലി സംബന്ധമായ സാഹചര്യങ്ങൾ മൂലമുണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതുപോലെ മുമ്പുണ്ടായ അർബുദം, അതിൻ്റെ ചികിത്സയും തുടർന്നുണ്ടാവുന്ന രക്താർബുദം ഒരു റിസ്ക് ഫാക്ടറാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പ്ലേറ്റ്ലെറ്റ് കുറയുക, അതുമൂലം ഉണ്ടാവുന്ന രക്തസ്രാവം. മൂക്കിലൂടെയും വായിലൂടെയും മലദ്വാരത്തിലൂടെയും ഉണ്ടാവുന്ന രക്തസ്രാവം. ഹീമോഗ്ലോബിൻ കുറയുക, ക്ഷീണം, വിളർച്ച, രാത്രിയിൽ വിയർക്കുക, ഇടവിട്ടുള്ള പനി, പെട്ടെന്ന് ശരീരഭാരം കുറയുക, ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻസ്, പല ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന സ്വെല്ലിങ്സ്, ഇവയെല്ലാം ലക്ഷണങ്ങളാണ്. എങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചറിയാം? മജ്ജയിലെ പരിശോധനയിലൂടെ നമുക്ക് ഇതിനെ ഡയഗ്നോസിസ് ചെയ്യാം. ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ രോഗത്തെ ചെറുത്ത് നിൽക്കാം.